ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർദ്രാസ് ഹാപ്പി ട്രെയിൽസ്. ഇന്ന് എഗെയിൻ കുറച്ച് അമേരിക്കൻ കാഴ്ചകളായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഇവിടെ വന്ന് ഞാൻ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം എന്തെന്നാൽ ഇവിടെ ഡിഫറെൻറ്റ് സീസൺ അനുസരിച്ച് ആളുകളുടെ ജീവിതശൈലിയും മാറും, ഒപ്പം ഇഷ്ടങ്ങളും. അതനുസരിച്ച് ഈ രാജ്യത്തെ ഒരുക്കാൻ ഇവിടെയുള്ളവർക്ക് അറിയുകയും ചെയ്യാം. വിൻ്റർ ടൈം ആകുമ്പോൾ ഇവിടെ ഡേ ടൈം കുറവായിരിക്കും, പെട്ടെന്ന് ഇരുട്ടാവും. ഒരു 4 മണി 5 മണി ആകുമ്പോഴേക്കും ഇരുട്ടായിട്ടാവും. അപ്പോൾ പിന്നെ ബാക്കിയുള്ള സമയം എന്ത് ചെയ്യും? ആളുകൾക്ക് എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ? അങ്ങനെയുള്ള സമയത്ത് ഇവിടെ ഉള്ളതാണ് കേട്ടോ ഇതുപോലെയുള്ള ലൈറ്റ് ഷോകളും ഇലുമിനേഷൻ ലൈറ്റ്സൊക്കെ. ഹോളിഡേ സീസണും കൂടി ആയ കാരണം ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള ലൈറ്റ് ഷോകളൊക്കെ കാണാൻ നല്ല തിരക്കുണ്ടാവും കേട്ടോ. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ. നല്ല കളർഫുൾ അല്ലേ? അവിടെ പിന്നെ കാണുമോ? ഇവിടെ എന്താ ഇരിക്കണേ? ആ ഒരു പാട്ടിനനുസരിച്ച് വാട്ടർ ഇങ്ങനെ മൂവ് ആവുന്ന കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെയാണ് ഈ ഒരു ട്രീയും. ഇതൊരു ക്രിസ്മസ് ടൈം ആയ കാരണം ഒരു ക്രിസ്മസ് ട്രീ പോലെ ആ ഒരു സോങ്ങിനനുസരിച്ച് ഇവർ ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഈ ഒരു സീ ഓഫ് ലൈറ്റ്സ് കാണാനാണ് കേട്ടോ. ഇത് ശരിക്കും ഈ കടലിലെ വേവ്സ് പോലെ ഉണ്ടായിരുന്നു ഈ ഒരു ലൈറ്റ്സൊക്കെ. ഈ ഒരു ഇലുമിനേഷൻ ലൈറ്റ്സ് കാണാനായിട്ട് ഞങ്ങൾ വേറൊരു ദിവസം പോയതാണ് കേട്ടോ. അതും ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു സൂ ആണ്. പക്ഷെ അവിടെ ഇങ്ങനെ ഇവർ നൈറ്റ് ആവുമ്പോൾ ഇതുപോലെ ലാൻറ്റേൺ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ലൈറ്റ്സ് കൊടുത്തിരിക്കുന്ന കാണാനായിട്ട്. ഡിഫറെൻ്റ് അനിമൽസിന് ഒരു പ്രത്യേക തരത്തിൽ ലൈറ്റ്സ് കൊടുത്ത് അവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു. ഈ ഒരു ക്രൊക്കഡൈൽ കണ്ടിട്ട് ശരിക്കുള്ളതാണെന്നിട്ട് ധ്രുവക്കുട്ടി പേടിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ആ ഒരു വായലൊരു മൂവ്മെൻ്റൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് അവൻ പേടിച്ചു പോയി. അമ്മ അടുത്ത് പോയി നിൽക്കുമ്പോൾ
ടേർട്ടിൽ ഫ്ലൈ ചെയ്യല്ല, സ്വിം ചെയ്യാണ്. ഇതിങ്ങനെ കണ്ടു നടക്കാൻ തന്നെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു ട്രെയിൻ റൈഡ് ഉണ്ടായിരുന്നു. ഈ ലൈറ്റ്സ് ഒക്കെ കാണാനായിട്ട് ഒരു ട്രെയിൻ റൈഡ് പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതെടുത്തു. ഇത് കണ്ടോ, സ്റ്റാർക്ക് ആണോ ക്രെയിൻ ആണോ എന്താ പറയുന്നത്? അതിനെ പിടിച്ചിട്ടാ. ഞാൻ നിർത്തിയിരിക്കുക. നോക്ക്, ഇവിടെ നോക്ക്, ബട്ടർഫ്ലൈ റൈറ്റ് സൈഡ്. റെഡ്, യെല്ലോ, വേറെ എന്തൊക്കെ കളേഴ്സ് അല്ല? Red, yellow, pink, pink, red, yellow, pink. That's colors. ഇപ്പുറത്തുണ്ട് നോക്ക്, ഇപ്പുറത്തുണ്ട് നോക്ക്, രണ്ട് സൈഡും ബട്ടർഫ്ലൈസ്. എൽക്ക് അല്ലെങ്കിൽ മൂസ് എന്തോ. നല്ല കളേഴ്സ് അല്ല, പക്ഷെ നല്ല കളേഴ്സ്. ഇത് ബക്ക് അല്ല, ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഹോൺബിൽ അല്ല, നമ്മൾ ഏതോ ഒരു സൂറ് പോയപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളാണ് ഇവിടുത്തെ വിൻ്റർ ഹോളിഡേ ടൈംസിൽ കൂടുതലും കാണാൻ പറ്റുക. ഇതുകൂടാതെ വിൻ്റർ ആകുമ്പോൾ ഇവിടെ ഐസ് സ്കേറ്റിങ്, അതുപോലെ സ്നോ വെച്ചുള്ള സ്നോ ആക്ടിവിറ്റീസ്, വിൻ്റർ ആക്ടിവിറ്റീസ്, അങ്ങനെ ഒരുപാടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഇലുമിനേഷൻ ലൈറ്റ്സും ലൈറ്റ് ഷോകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലെ വേറിട്ടൊരു വീഡിയോയും അമേരിക്കയിലെ പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.